നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ചിറങ്ങരയിൽ ലോറിയിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് പാലക്കാട് സ്വദേശി. ദേശീയപാതയിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക്. പേരാമ്പ്രയിൽ ജനത്തിന് ദുരിത ജീവിതം. NCTV ഇംപാക്ട്. മുത്രത്തിക്കരയിൽ റോഡരികിലെ പുഴുക്കൾ നിറഞ്ഞ മരം പഞ്ചായത്ത് മുറിച്ചുമാറ്റി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ചെളിയിൽ താഴുന്ന സംഭവം പതിവാകുന്നു. സുരക്ഷയൊരുക്കണമെന്ന് യാത്രക്കാർ. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി ചിറങ്ങരയിൽ ലോറിയിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. പാലക്കാട് ലക്കിടി പേരൂർ സ്വദേശി 39 വയസ്സുള്ള വിജീഷാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി അതുൽ പ്രസാദിനെ പരുക്കുകളോടെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തുനിന്ന് ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന കാർ ചിറങ്ങരയിൽ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പാതയുടെ മുകളിലേക്കുള്ള കവാടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. റോഡിൽ വീഴുന്ന മഴവെള്ളം ശരിയായി ഒഴുക്കിക്കളയാനുള്ള ഡ്രൈനേജ് സംവിധാനത്തിന്റെ അഭാവമാണ് ഇവിടെ ജനങ്ങളെ വലയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ദേശീയപാത 4 വരിയാക്കി നവീകരിച്ചതോടെയാണ് പേരാമ്പ്രയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്കും വെള്ളം മൂലം ദുരിതം തുടങ്ങിയത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഭാഗം റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്നതിനാൽ മഴക്കാലത്ത് റോഡിൽ നിന്ന് വെള്ളം ഒഴുകി വീടുകളിലേക്കെത്തും. പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത വന്നതോടെ ഈ ദുരിതം ഇരട്ടിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് പരിസരത്ത് നിന്ന് അടിപ്പാതയുടെ റോഡ് ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്ത് ചരിഞ്ഞു കിടക്കുന്ന ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകി സർവീസ് റോഡിലൂടെ വീടുകളിലേക്കെത്തും. ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാൽ പേരാമ്പ്ര 11ാം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ദേശീയപാത അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിന് പരിഹാരം കാണാനുള്ള നടപടി ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ പറഞ്ഞു. പേരാമ്പ്ര അടിപ്പാത വന്നതോടുകൂടി നമ്മുടെ 11ാം വാർഡിലെ പല വീടുകളിലേക്കും വെള്ളം വന്ന് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ അടിപ്പാത തൊട്ടുള്ള വെള്ളം കയറി വന്ന് ഈ അപ്പോളോ ടയേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെള്ളക്കെട്ട് വന്ന് വീടുകളിലേക്കാണ് പോകുന്നത്. അത് പലതവണ നമ്മൾ പാലക്കാട് പോയി ബ്ലോക്ക് മെമ്പറും ഞാനും മറ്റു മെമ്പർമാരും പോയി പാലക്കാട് പ്രൊജക്ട് മാനേജർക്ക് പരാതി കൊടുത്തു. പിന്നീട് ഇവിടുത്തെ കോൺട്രാക്ടർമാരോട് എല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് മെമ്പറും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും MP ആയിട്ട് സംസാരിച്ച് അതിന് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ പ്രശ്നം ഇപ്പോഴും ചെയ്യാമെന്ന് പറയല്ലാണ്ട് ചെയ്തു തരുന്നില്ല. ഇപ്പോൾ ഒറ്റ മഴയ്ക്ക് വീടുകൾ മുങ്ങുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതിനൊരു തീർപ്പുണ്ടാവണമെന്ന് നമ്മൾ NHCയോട് ആവശ്യപ്പെടുന്നു. സർവീസ് റോഡരികിൽ നിർമ്മിച്ചിട്ടുള്ള ഡ്രൈനേജിന്റെ സ്ലാബുകൾ തുളച്ച് മഴവെള്ളം കാനയിലേക്ക് ഒഴുക്കിക്കളയാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. എന്നാൽ മഴവെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാൻ ഈ സംവിധാനം പര്യാപ്തമല്ലാത്തതിനാൽ ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. NCTVയുടെ ഇടപെടൽ തുണയായി. മുത്രത്തിക്കരയിൽ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി റോഡരികിൽ നിന്നിരുന്ന പുഴുക്കൾ നിറഞ്ഞ മരം പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. പ്രദേശത്ത് ചൊറിയൻ പുഴു ശല്യം വ്യാപകമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് 14, 15 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ചൊറിയൻ പുഴു ശല്യം. മരച്ചില്ലകളിൽ നിന്നും കൂട്ടമായി നൂലിൽ തൂങ്ങിക്കിടക്കുന്ന പുഴുക്കളെ തടയാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകില്ല. ദേഹത്ത് മുട്ടിയാൽ അസഹ്യമായ ചൊറിച്ചിലും തടിപ്പും വേദനയും അനുഭവപ്പെടും. ബൈക്കിൽ സഞ്ചരിക്കുന്നവർ പുഴുവിനെ പേടിച്ച് വലിയ വാഹനങ്ങളുടെ പിറകെ പോകേണ്ട അവസ്ഥയിലാണ്. പുഴുക്കൾ ദേഹത്ത് തട്ടുന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാനും സാധ്യത ഏറെയായിരുന്നു. റോഡ് സൈഡിൽ ഇങ്ങനെ പുഴു ജാതി പ്രത്യേക സൈസ് പുഴു ഇങ്ങനെ നൂലുമ്പോൾ ഞാണ്ട് എടുക്കണം.
അത് ഇങ്ങനെ ആ സൈഡിൽ കൂടെ ആൾക്കാർ നടന്നു വരുമ്പോഴൊക്കെ പെട്ടെന്ന് കണ്ണിലടിച്ചിട്ട് വീഴാൻ പോലും വെട്ടിളയ്ക്കാൻ. പക്ഷെ ഭാഗ്യത്തിന് അപകടമൊന്നും മറിച്ചിലൊന്നും ഉണ്ടായില്ല. പക്ഷെ നടന്നു പോണവർക്കൊക്കെ അവനെ ചൊറിച്ചിലാണ് മുഖത്ത്. എന്നിട്ട് വീടിൻ്റെ അവിടെ നിർത്തി മോറ് കഴിയിട്ടേക്ക് പോണേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. നിർത്തിയിട്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ ആൾക്കാരൊക്കെ അവിടെ സംസാരിച്ചു. പക്ഷേ എത്ര നേരം നിൽക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് കുറച്ച് പറഞ്ഞു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മെമ്പർ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എത്രയും വേഗം ആവാനായിട്ട് നന്നായി. കാരണം ആരെങ്കിലും ഒരാൾ വീണിട്ടൊരു അപകടം വന്നിട്ടുമ്പോൾ അത് മുറിച്ച് മാറ്റണമെങ്കിൽ നല്ലതായിരുന്നു. പലയിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. റോഡ് സൈഡ് തന്നെയാണ്. റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ നൂലുമ്പോൾ ഞാണ്ടെടുക്കുക. പെട്ടെന്ന് കാണാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ നിറയെ ഉണ്ട്. അന്തരീക്ഷത്തിൽ മുഴുവൻ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം നടപടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ ഇരുചക്ര വാഹന യാത്രികർക്കും വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കുമാണ് പുഴുശല്യം ഏറെ ദുരിതമായി മാറിയത്. സമീപത്തെ വീടുകളിൽ വസ്ത്രങ്ങൾ ഉണക്കുന്നതിന് പുറത്തിടാൻ കഴിയുന്നില്ല. കൊച്ചുകുട്ടികളെ വീടിന് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം മുതലാണ് പുഴുക്കളെ വ്യാപകമായി കാണാൻ തുടങ്ങിയത്. സ്കൂളിൽ പോണ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ ലൈഫിൻ്റെ വീട് കിട്ടിയ വഴിക്ക് നടക്കുമ്പോൾ നിറച്ച് പുഴുവിൻ്റെ ശല്യങ്ങളും ഒരു തേക്ക് ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. ആ തേക്കുമെന്നാണ് പുഴുവിൽ നിന്ന് കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ അവരുടെ മേത്ത് നിറച്ച് പുഴു വന്ന് വീണിട്ട് ഞങ്ങൾ പറക്കി കളഞ്ഞിട്ടാണ് അവർ സ്കൂളിൽ വിട്ടത്. ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ NCTV വാർത്താ സംഘം വാർഡ് മെമ്പർ ബിന്ദു സുരേഷിനെ വിളിച്ചു വരുത്തി സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രനും സ്ഥലത്തെത്തി അടിയന്തരമായി പുഴുക്കൾ നിറഞ്ഞ മരം മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ പരിസരത്തുള്ള ഒരു 3-4 തേക്ക് മരത്തുമേ ധാരാളമായിട്ട് ഇതുപോലെ ചെറിയാൻ പുഴു ഇങ്ങനെ താഴത്തേക്ക് ഊർന്നു വീഴുകയും ഇതുവഴി പോകുന്ന ബൈക്കുകാരും അതുപോലെ നടന്നു പോയിരിക്കും അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് വ്യാപിക്കാതിരിക്കാനുള്ള നടപടി ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് തേക്ക് മുറിക്കാനുള്ള നടപടി എടുത്തു. പ്രസിഡന്റും അതുപോലെ മെമ്പറൊക്കെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ അടുത്തുള്ള ഈ തേക്ക് മരത്തുമ്മ ഉണ്ടാവാതിരിക്കാനായിട്ട് മരുന്നടിക്കുകയോ എന്തെങ്കിലും നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രദേശത്തെ മറ്റ് തേക്ക് മരങ്ങളിലും ചൊറിയൻ പുഴുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഈ മരങ്ങളിലെല്ലാം കീടനാശിനി പ്രയോഗം നടത്തുമെന്നും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ മുത്രത്തിക്കര 14-ാം വാർഡിൽ ഒരു തേക്കുമരം അതിരൂക്ഷമായിട്ടുള്ള പുഴുശല്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നാട്ടുകാരായാലും വഴിയിൽ യാത്രക്കാരായാലും അനുഭവിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. അതിൽ ഈ മരങ്ങൾ രൂക്ഷമായെന്നുള്ള കണ്ടപ്പോൾ ഉടനടി അത് മുറിച്ചു മാറ്റാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അത് മുറിച്ചു മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തുള്ള മരങ്ങളിലും ഇത് വ്യാപിച്ചു തുടങ്ങിയെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ നാളെ തന്നെ അത് മരുന്നടിച്ച് പുഴുശല്യം ഒഴിവാക്കാനായിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും ദിവസം യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ചൊറിയൻ പുഴു ശല്യം പ്രധാന പാതയിൽ നിന്ന് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും യാത്രക്കാരും. പറപ്പൂക്കര പഞ്ചായത്ത് 14-15 വാർഡുകൾ ഉൾപ്പെട്ട മുത്രത്തിക്കര മേഖലയിൽ ഈ റോഡരികിൽ നിൽക്കുന്ന വലിയ തേക്ക് മരത്തിലാണ് രൂക്ഷമായ ചൊറിയൻപുഴു ശല്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെട്ടിരുന്നത്. ഇത് നിരവധി വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും ഒപ്പം സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. വലിയ അപകടങ്ങൾക്ക് ഇത് കാരണമായിരുന്നു. നൂലിൽ ഊർന്നിറങ്ങുന്ന ചൊറിയൻ പുഴുക്കൾ അത് ശരീരത്തിൽ കയറുകയും അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ ദേഹത്ത് ഇത് പതിക്കുമ്പോൾ അപകടങ്ങൾക്ക് കാരണമാകാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ഈ തേക്കുമരം മുറിച്ച് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ തേക്കുമരങ്ങളിലും ഈ പുഴുക്കൾ വ്യാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട് മരുന്ന് തെളിയിക്കാനുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത്. മേഖലയിൽ KSRTC സർവീസ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി.
തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കള്ളായി വെള്ളാനിക്കോട് മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ KSRTC ബസ് സർവീസില്ല. സ്വകാര്യ ബസ് ഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ മുന്നോട്ടു പോകുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗികളായ ഒട്ടനവധി ആളുകൾ 2 ബസ്സുകൾ കയറിയിറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. KSRTC ബസ് സൗകര്യം ലഭ്യമാകുന്നതോടെ ഒട്ടനവധി രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകുമെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഏറെ വർഷങ്ങളായ പ്രദേശവാസികളുടെ ആവശ്യം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീബൻ ചുണ്ടേലപ്പറമ്പിൽ, സൈമൺ നമ്പാടൻ, ജോജു ചാഴുക്കാരൻ എന്നിവരാണ് തൃശൂർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയത്. അപ്പോൾ ഇത് നേരിട്ട് സുബൈർ സാറിന് തരുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ മനസ്സാറിന് കൈമാറുന്നത്. ഫോൺ വഴിയുള്ള സന്ദേശമൊക്കെ സുബൈർ സാറിനോട് വിളിച്ചിട്ട് സംസാരിച്ചു. മറ്റന്നാൾ തീർച്ചയായിട്ടും ഞാൻ വരും സാർ. മറ്റത്തൂർ പഞ്ചായത്തിലെ പള്ളംമുറി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റിവരണ്ട് ജനങ്ങൾ ദുരിതത്തിലായ സാഹചര്യത്തിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർ കുടിവെള്ളം എത്തിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ ഉൾപ്പെടുന്ന മറ്റത്തൂർ പള്ളംമുറിയിലാണ് കുടിവെള്ളക്ഷാമം ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. ചേരാക്കൽ കോതങ്ങൾക്ക് കാരണവർ ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഭൂരിഭാഗം വീടുകളിലും കിണറുകൾ പൂർണ്ണമായും വറ്റിയ നിലയിലാണ്. നിത്യോപയോഗത്തിന് പോലും വെള്ളമില്ലാതെ ജനങ്ങൾ വലഞ്ഞതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്തത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് തല പ്രവേശനോത്സവം നന്ദിക്കര GVHSSൽ നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു അധ്യക്ഷത വഹിച്ചു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും പൊതുമുതൽ സംരക്ഷണ പ്രതിജ്ഞയും ഡോക്ടർ KR സുധീർ, NK കിഷോർ എന്നിവർ ചൊല്ലിക്കൊടുത്തു. പ്രധാനാധ്യാപിക KJ ബിജി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വൃന്ദ അജയ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ PD നെൽസൺ, KK രാജൻ, ഇരിങ്ങാലക്കുട BPC KR സത്യപാലൻ, PDA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ സുദേവൻ, VHSC പ്രിൻസിപ്പൽ R രാജലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് UP സ്കൂളിൽ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ആഘോഷിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യാതിഥിയായിരുന്നു. നവാഗതരായ കുട്ടികൾക്ക് പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിറ്റി മേജോ, സോജിയ പിൻഡോ, വിജീഷ് കുമാർ, പള്ളി ട്രസ്റ്റി പോൾ തെങ്ങോലപ്പറമ്പിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ സുകൃത് സോന, MPTA പ്രസിഡന്റ് ലിജി ജോഷി എന്നിവർ പ്രസംഗിച്ചു. പുതുതായി വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ചടങ്ങിനോടൊപ്പം നടത്തി. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ മണ്ണമ്പേട്ട പട്ടികജാതി വികസന വകുപ്പ് മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ സജിനി, SC പ്രൊമോട്ടർ സിജി, സ്കൂൾ അധ്യാപിക തങ്ക, ശോഭന അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. ചെമ്പുച്ചിറ GHSS പ്രവേശനോത്സവം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PDA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സബിത സതീഷ് കുമാർ, PR ഷാജൻ, പ്രിൻസിപ്പൽ M ലതാദേവി, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, SMC ചെയർമാൻ സന്തോഷ് കുന്നുമ്മൽ, MPTA പ്രസിഡന്റ് ജിഷ ഹരിദാസ്, വികസന സമിതി ചെയർമാൻ V ബാലകൃഷ്ണ മേനോൻ, സീനിയർ അധ്യാപിക KG ഗീത, SPC സീനിയർ കാഡറ്റ് MG അനുരാഗ് എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ട് ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായി. സിനി ആർട്ടിസ്റ്റ് വിഷ്ണുദാസ്, നാടൻപാട്ട് കലാകാരൻ വൈശാഖ് വെണ്ണൂർപാടം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് KV രാജു, MPTA പ്രസിഡന്റ് അനുജ സുജിൽ, SMC ചെയർമാൻ PP പീതാംബരൻ, OSC സെക്രട്ടറി പ്രകാശൻ ഇഞ്ചക്കുണ്ട്, സ്റ്റാഫ് സെക്രട്ടറി PR റിജോ എന്നിവർ പ്രസംഗിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ പ്രവേശനോത്സവം ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ പുന്നശ്ശേരി അധ്യക്ഷനായിരുന്നു. RJ വിനീത് മുഖ്യാതിഥിയായി. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് കുട്ടികൾക്ക് സൗജന്യമായി ബാഗുകൾ നൽകി. PTA പ്രസിഡന്റ് ജെൻസൺ പുത്തൂർ, MPTA പ്രസിഡന്റ് മഞ്ജു സജി എന്നിവർ പ്രസംഗിച്ചു.
ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിത മുരളി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ET ബീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ, KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ, ഷീജ മോഹനൻ, സുനിൽകുമാർ, ഷൈജു, ശശി, അജീഷ്, പുതുക്കാട് SI ബിജു, PTA വൈസ് പ്രസിഡന്റ് നിരൂപ്, MPTA പ്രസിഡന്റ് ശോഭിത, സീനിയർ അസിസ്റ്റന്റ് A ലൗലി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ പ്രവേശനോത്സവം ആഘോഷിച്ചു. BVN തൃശൂർ ജില്ലാ പ്രസിഡന്റ് ദിവ്യ ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CG രാജൻ ദീപപ്രജ്വലനം നടത്തി. പ്രിൻസിപ്പൽ PS ഉഷ, ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, ട്രഷറർ ശ്രീ CK പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് ശ്രീ CP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ VR അനു എന്നിവർ പ്രസംഗിച്ചു. തലോർ ജീസസ് അക്കാദമി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക് പരിപാടിക്ക് നേതൃത്വം നൽകി. പുതുതായി വിദ്യാലയത്തിലേക്ക് കടന്നുവന്ന വിദ്യാർത്ഥികൾക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇനി ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡിയുടെ വിശേഷങ്ങളുമായി സോക്കർ മാനിയ. ഗ്രൂപ്പ് ഡി. സ്വന്തം മണ്ണിൽ ചരിത്രം രചിക്കാനിറങ്ങുന്ന അമേരിക്ക, യൂറോപ്യൻ കരുത്ത് കാട്ടാനെത്തുന്ന തുർക്കി, ലാറ്റിൻ അമേരിക്കൻ താളവുമായി പരാഗ്വേ, ഏഷ്യൻ പവർ ഹൗസായ ഓസ്ട്രേലിയ. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഡിയിൽ ആര് വാഴും ആര് വീഴും? ഫിഫ റാങ്കിങ്ങിലെ 16-ാം സ്ഥാനക്കാർ, 11 ലോകകപ്പുകളിൽ പന്ത് തട്ടിയ ചരിത്രം. ഗ്രൂപ്പ് ഡിയിലെ കരുത്തർ തന്നെയാണ് USA. 1930-ലെ പ്രഥമ ലോകകപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നവർ. എന്നാൽ ലോകകപ്പിന്റെ വിശ്വവേദികളിൽ പിന്നീട് അതുപോലൊരു നേട്ടം സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സ്വന്തം നാട്ടിൽ ആ ചരിത്രം തിരുത്തി എഴുതുക തന്നെയാകും USAയുടെ ലക്ഷ്യം. മുൻനിര യൂറോപ്യൻ ലീഗുകളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച നിരവധി താരങ്ങൾ ടീമിലുണ്ട്. ആദ്യ മത്സരം ജൂൺ 13-ന് പരാഗ്വയ്ക്കെതിരെയാണ്. ആദ്യമായി കളിച്ച 1954-ലെ ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായ ടീം 48 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യോഗ്യത നേടിയ 2002-ലെ ലോകകപ്പിൽ സെമി ഫൈനലിൽ. ഫിഫ റാങ്കിങ്ങിൽ 22-ാം സ്ഥാനത്താണ് തുർക്കി. 24 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ലോകകപ്പിന് എത്തുന്ന അവർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. എന്നാൽ പ്രധാന താരം ആർദ്രെ ഗുലർ പരിക്കിന്റെ പിടിയിലായത് ടീമിന് ആശങ്കയാണ്. എന്നാൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് താരം ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ. ജൂൺ 14-ന് ഓസ്ട്രേലിയക്കെതിരെയാണ് തുർക്കിയുടെ ആദ്യ മത്സരം. ലെ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു പരാഗ്വേ. 16 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ലോകകപ്പ് കളിക്കാൻ എത്തുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 40-ാം സ്ഥാനക്കാരായ ലാറ്റിൻ അമേരിക്കൻ സംഘം യോഗ്യതാ റൗണ്ടിൽ 6-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്താണ് ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. ഗുസ്താവോ ഗോമസ്, ഡിയാഗോ ഗോമസ് എന്നിവരാണ് ടീമിന്റെ കുന്തമുനകൾ. ജൂൺ 13-ന് ആതിഥേയരായ അമേരിക്കയ്ക്കെതിരെയാണ് പരാഗ്വയുടെ ആദ്യ മത്സരം. ഓസ്ട്രേലിയയ്ക്ക് തുടർച്ചയായ 6-ാമത്തെ ലോകകപ്പാണിത്. ഫിഫ റാങ്കിങ്ങിലെ 27-ാം സ്ഥാനക്കാർ. AFC 3-ാം റൗണ്ട് മത്സരത്തിൽ രണ്ടാമതെത്തിയാണ് ലോകകപ്പിന് സ്ഥാനം ഉറപ്പിച്ചത്. 4-ാമത്തെ ലോകകപ്പ് കളിക്കുന്ന ഗോൾ കീപ്പർ മാത്യു റയാനാണ് ടീമിനെ നയിക്കുന്നത്. മുൻപ് 6 തവണ ലോകകപ്പിൽ പങ്കെടുത്തുവെങ്കിലും 2002-ലും 2022-ലും ഒഴികെ ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല.
ആ ചരിത്രം തിരുത്തുകയാണ് ഓസ്ട്രേലിയൻ പോരാളികളുടെ ലക്ഷ്യം. അട്ടിമറികൾ സംഭവിക്കുമോ അതോ കരുത്തർ തന്നെ മുന്നേറുമോ? കാത്തിരിക്കാം ഫൈനൽ വിസിൽ വരെ. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം. ദേശീയപാതയിൽ ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ചെളിയിൽ താഴുന്ന സംഭവം പതിവാകുന്നു. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള പാതയിലെ നിർമ്മാണം നടക്കുന്ന ഡിവൈഡറിന് സമീപമാണ് അപകട സാധ്യത ഉയരുന്നത്. ചൊവ്വാഴ്ച മാത്രം ഒരു കാർ, ഓട്ടോറിക്ഷ, മിനി വാൻ, വാൻ എന്നിവ ഉൾപ്പെടെ 4 വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി വാഹനങ്ങൾ പുറത്തെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ റോഡരികിൽ രൂപപ്പെട്ട ചെളിക്കുഴികളും മതിയായ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. മഴ ശക്തമായാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. വാഹനങ്ങൾ ചെളിയിൽ കുടുങ്ങുന്നത് ഇവിടെ പതിവായിരിക്കുകയാണെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പ് ബോർഡുകൾ, സുരക്ഷാ വേലികൾ എന്നിവ ഒരുക്കി അപകട സാധ്യത കുറയ്ക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ ഉദ്ഘാടനം ചെയ്തു. സംഘം സംസ്ഥാന പ്രസിഡന്റ് ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു. ആവണങ്ങാട്ട് കളരി നൽകുന്ന അയ്യപ്പജ്യോതി പുരസ്കാരവും മണത്തല ദേവാഷൻ സ്മരണയ്ക്ക് നൽകുന്ന തത്വമസി പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ക്ഷേത്രവാദ്യ കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ, സംസ്ഥാന രക്ഷാധികാരി വേണു ആശാൻ, ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ മണത്തല, സന്ദീപ് നെടുമ്പാൾ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഇ രമേശൻ, സെക്രട്ടറി സന്ദീപ് നെടുമ്പാൾ, ട്രഷറർ ദിനേശൻ കൈനൂർ എന്നിവരെ തിരഞ്ഞെടുത്തു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാളിന് നെയ്യാറ്റിൻകര രൂപത എമിരിറ്റസ് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊടിയേറ്റി. തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടറുമായ വികാരി ഷൈജൻ കളത്തിൽ, അസിസ്റ്റന്റ് വികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺ ലി മാത്യു, ഡാഫി ആന്റണി എന്നിവരും കോർ കമ്മിറ്റി അംഗങ്ങളും ഡീന ജോൺസൺ, ബെന്നി ചക്കാലയ്ക്കൽ, ഷാരോൺ RS, റോമി തോമസ്, മൈക്കിൾ നൊറോണ, രാജീവ് ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായി. ഈ മാസം 7-ന് തിരുഹൃദയ തിരുനാളും 9-ന് ഊട്ടുതിരുനാളും ആഘോഷിക്കും. തിരുനാൾ ദിനം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ജൂൺ 4-ഓടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത. അതോടൊപ്പം തെക്കുപടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ജൂൺ 8 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ലഭിച്ചേക്കും. ജൂൺ 6 വരെ ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടി വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ UPSC തസ്തികയിലുള്ള താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം ജൂൺ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് ഹൈസ്കൂൾ വിഭാഗം ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. HSC മാത്തമാറ്റിക്സിൽ താൽക്കാലിക ഒരു ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം ജൂൺ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഹൈസ്കൂൾ വിഭാഗം ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള FTM തസ്തികയിലെ താൽക്കാലിക ഒരു ഒഴിവിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം
സ്കൂൾ ഓഫീസിൽ ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 10-ന് ഹൈസ്കൂൾ വിഭാഗം ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. HST ഇംഗ്ലീഷ് തസ്തികയിൽ ഒരു ഒഴിവുള്ള താൽക്കാലിക തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 11-ന് ഹൈസ്കൂൾ വിഭാഗ ഓഫീസിൽ ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ചിറങ്ങരയിൽ ലോറിയിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് പാലക്കാട് സ്വദേശി. ദേശീയപാതയിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക്. പേരാമ്പ്രയിൽ ജനത്തിന് ദുരിത ജീവിതം. NCTV ഇമ്പാക്ട്. മുത്രത്തിക്കരയിൽ റോഡരികിലെ പുഴുക്കൾ നിറഞ്ഞ മരം പഞ്ചായത്ത് മുറിച്ചുമാറ്റി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ചെളിയിൽ താഴുന്ന സംഭവം പതിവാകുന്നു. സുരക്ഷയൊരുക്കണമെന്ന് യാത്രക്കാർ. കല്ലൂർ കള്ളായി മേഖലയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.